മനോഹരമായിട്ടുള്ള ഒരു നാട് തന്നെയാണ് അയർലൻഡ്. ഒരുപാട് കാടും മേടും പച്ചപ്പൊക്കെയുള്ള മനോഹരമായിട്ടുള്ള നാട്. നമ്മൾ മലയാളികൾക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ നാട്ടിൽ കാണുന്ന തരത്തിലുള്ള മരങ്ങളല്ല, വ്യത്യസ്തതരായിട്ടുള്ള മരങ്ങളാണ് ഇവിടെ ഉള്ളത്. പ്രത്യേകിച്ച് ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള മരങ്ങൾ. ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ചിട്ട് ഇലകൾ പൊഴിയുകയും അടുത്ത കാലാവസ്ഥയാകുമ്പോൾ തളർത്ത് വരികയൊക്കെ ചെയ്യുന്ന മനോഹരമായിട്ടുള്ള മരങ്ങളുള്ള ഒരു രാജ്യം. ഇലകൾ പൊഴിയാത്ത മരങ്ങളുമുണ്ട് ഇവിടെ. കാലാവസ്ഥയ്ക്കനുസരിച്ചിട്ട് നിത്യ ഹരിതമായിട്ടുള്ള മരങ്ങളുമുണ്ട്. ഇന്ന് നമ്മൾ പോകുന്നത് ഡബ്ലിൻ അടുത്തുള്ള കൗണ്ടി ആയിട്ടുള്ള വിക്ലോയിലെ അവാൻഡെയിൽ ഫോറസ്റ്റിലേക്കാണ്. അവാൻഡെയിൽ ഫോറസ്റ്റിന് വലിയൊരു കഥ പറയാനുണ്ട്. ഒരുപാട് നൂറ്റാണ്ടുകളുടെ കഥ. ഇപ്പോഴൊന്നുമല്ല, പണ്ട് 1700കളാണ് കഥ തുടങ്ങുന്നത്. പ്രകൃതിയെയും മരങ്ങളെയും ജീവന് തുല്യം സ്നേഹിച്ച പാർണൽ ഫാമിലിയുടെ കഥ. അവാൻഡെയിൽ ഫോറസ്റ്റിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള മനുഷ്യനായിരുന്നു ചാൾസ് സ്റ്റുവർട്ട് പാർണൽ. അദ്ദേഹം പാർലമെൻറ്റിൽ അംഗമായിരുന്നു. അതുപോലെ തന്നെ അൺക്രൗൺഡ് കിങ് എന്ന് അദ്ദേഹത്തിനെ വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അയർലൻഡിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. അവാൻഡെയിൽ ഫാമിലിയുടെ വീടാണ് 1777 നിർമ്മിച്ച വീട്. ഇന്നും അതുപോലെ തന്നെ അവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ അവാൻഡെയിൽ ഫോറസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു വാക്ക്വേ ഉണ്ട്. 1.5 കിലോമീറ്ററുകളോളം നീളമുള്ള വാക്ക്വേ. മരങ്ങൾക്ക് മുകളിലൂടെയുള്ള ഒരു വാക്ക്വേ ആണ്. ആ വാക്ക്വേ നടന്നെത്തുന്നത് ഈ ഒരു വ്യൂ പോയിന്റിലേക്കാണ്. അവാൻഡെയിൽ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വാഗ്വേയിലേക്ക് നടക്കുന്നതിന് മുന്നേ ഒരു പാർക്കുണ്ട്. ശരിക്കും വാഗ്വേയിൽ നടന്നതിന് ശേഷം ഒന്ന് വിശ്രമിക്കാനുള്ളൊരു സ്ഥലമാണ്. അവിടെ ഒരു കോഫി ഷോപ്പുണ്ട്, പിസ്സ ഉണ്ട്, മറ്റുള്ള പല കാര്യങ്ങളും ഒക്കെ അവിടെ ഉള്ള ഷോപ്പുകളുണ്ട്. കൂടാതെ ഒരു പാർക്കും. അവാൻഡെയിൽ ട്രീ ടോപ്പ് വാക്കിൻ്റെ അടുത്തേക്ക് നമ്മൾ പോവുകയാണ്. പെറ്റിനെ അലൗഡ് അല്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇതുവഴി കൊണ്ടുപോകാനായിട്ട്. അത് പ്രത്യേകം പറയാൻ കാരണം ഇവിടെയുള്ള എല്ലാവരും പെറ്റിനെ വളർത്തുന്നുണ്ട്. മിക്കവാറും എല്ലാവരുടെ വീട്ടിലും 1-2 കുഞ്ഞു കുഞ്ഞു പട്ടികളും വലിയ പട്ടികളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ കർശനമായിട്ടുള്ള നിർദ്ദേശം അവിടെ കൊടുത്തിരിക്കണം. ആ വാക്ക്വേയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ആകാശം മുട്ട നിൽക്കുന്ന മരങ്ങൾക്ക് നടുവിലൂടെ ഈ ഒരു വാക്ക്വേ മനോഹരമായിട്ട് നമുക്ക് തോന്നും. ഈ വാക്ക്വേയിൽ കൂടെ പോകുന്ന സമയത്ത് നമുക്ക് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു റിവർ പോകുന്നതാണ്. അവൻമോർ റിവർ എന്നാണ് അതിൻ്റെ പേര്. കാടിനുള്ളിലുള്ള മരങ്ങളുടെ ഇടയിലൂടെയാണ് നമ്മൾ പോകുന്നത്. വ്യത്യസ്ത തരങ്ങളായിട്ടുള്ള ഇലകളൊക്കെയുള്ള മരങ്ങൾ. പോകുന്ന വഴികളിലൊക്കെ ഇങ്ങനെ ചാൾസ് സ്റ്റുവർട്ട് പാർണലിൻ്റെ ഫോട്ടോയും അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് അറിയാൻ വേണ്ടി ഓരോ കാര്യങ്ങളുണ്ട്. ഓരോ ബേഡ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഓരോ മരത്തിനെ കുറിച്ചിട്ടുള്ളതാണെങ്കിലും. ഈ ഒരു ക്ലോക്കിൻ്റെ ഉള്ളിൽ പലതരത്തിലുള്ള കിളികളുടെ രൂപങ്ങളുണ്ട്. ആ സൂചിക ഓരോ കിളികൾക്ക് നേരെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആ കിളിയുടെ ശബ്ദം ആദ്യം നമുക്ക് കേൾക്കാൻ പറ്റും. പിന്നെ ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്.
വലിയ പൊക്കത്തിലുള്ള മരങ്ങളുടെ തൊട്ടടുത്തൂടെ നമ്മൾ പോകുന്നില്ലേ, അത് വലിയൊരു അനുഭവമാണ് ഇങ്ങനെ പോകുന്നത്. മനോഹരമായിട്ടുള്ളൊരു കാട്, ദൂരെ പാർണൽ ഹൗസും കാണാൻ പറ്റുന്നുണ്ട്. ഈ വാക്ക് വേയിൽ കൂടെ നടക്കുമ്പോഴാണ് ഈ 1.4 കിലോമീറ്റർ വരുന്നത്. പലതരത്തിലുള്ള വഴികളുണ്ട്, ഏത് വേണമെങ്കിലും നമുക്കത് ചൂസ് ചെയ്യാം. തറയിൽ കൂടെ നമ്മൾ നടന്നു പോയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് എത്തും. നമ്മൾ ആ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ഒരു 10-15 മിനിറ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ഈ വ്യൂ പോയിന്റിലേക്ക്. പക്ഷെ നമ്മൾ വാക്ക് വേയിൽ കൂടെ നടക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഒരു 1.5 കിലോമീറ്ററിലൂടെ നടന്നു പോകുന്നത്. ഇതല്ല, വാക്ക് വേ അല്ലാതെ റിവറിൻ്റെ സൈഡിൽ കൂടെ നടക്കാനുള്ള വഴിയുണ്ട്. അത് പലരും സെലക്ട് ചെയ്യുന്നുണ്ടാവാം. ഞങ്ങൾ അതുവഴി പോയില്ല. ഏകദേശം 1.5 കിലോമീറ്ററിലോളം നടന്ന് നമ്മൾ ആ വ്യൂ പോയിൻ്റ് അടുത്തെത്തി. പോകുന്ന വഴിയിൽ ഈ ഒരു കാട്ടിലുള്ള വവ്വാലുകളെ കുറിച്ചിട്ടുള്ള വ്യത്യസ്തതരമായിട്ടുള്ള വവ്വാലുകൾ ഉണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ, അതിൻ്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് ജസ്റ്റ് കളിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. വവ്വാലിൻ്റെ ആഹാരത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ. മനോഹരമായിട്ടുള്ള ഈ ട്രീ ടോപ്പ് വാക്കും അതുപോലെ തന്നെ എൻ്റെ വ്യൂ പോയിൻറ്റും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ട്. അതിൻ്റെ ചിത്രങ്ങളാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ചോക്ലേറ്റ്സും ജ്യൂസൊക്കെ എടുക്കാൻ പറ്റുന്ന കിയോസ്കുകളുമുണ്ട്. പിന്നെ ഇവിടെ സീസണലായിട്ട് നടത്തുന്ന മറ്റു പല പ്രോഗ്രാംസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വ്യൂ പോയിൻ്റ് തൊട്ട് താഴെ വലിയൊരു ഷോപ്പാണ്. കുറേയധികം കളിപ്പാട്ടങ്ങളും പിന്നെ നമ്മളുടെ അവിടെ വന്നതിൻ്റെ ഓർമ്മ പുതുക്കാനായിട്ട് നമുക്ക് ശേഖരിച്ച് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഒരു കുഞ്ഞൊരു കോഫി ഷോപ്പും ഉണ്ട്. അങ്ങനെ ആമയുടെ പേരുള്ള ഒരു കീ ചെയിനും കിട്ടി. അങ്ങനെ മനോഹരമായിട്ടുള്ള വ്യൂ പോയിൻറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി. മുകളിലേക്ക് നോക്കുമ്പോൾ ചതുരത്തിൽ നമുക്ക് ആകാശം കാണാൻ പറ്റും. എത്ര ഉയരത്തിലാണ് ഉള്ളതെന്ന് തോന്നിപ്പോകും. അതുപോലെ തന്നെ ഒരു 90 മീറ്ററുള്ള സ്ലൈഡുണ്ട്. അതിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ പോകുന്ന വഴിയിൽ ഈ ഒരു മാറ്റ് എടുത്ത് കയ്യിൽ പിടിച്ചേക്കണം. 90 മീറ്ററുള്ള സ്ലൈഡിൽ എല്ലാവരും കയറുന്നുണ്ടെന്ന് തോന്നുന്നു. തീർത്ത് നടക്കാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ വലിഞ്ഞ് കയറുന്നുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളെയും കൊണ്ടുവരുന്ന ബൂഗീസ് ഉണ്ട്. അത് അങ്ങനെ പോകുന്ന ആൾക്കാർ ഈ സ്ലൈഡ് ഉപയോഗിക്കുന്നില്ല. അല്ലാത്തവരൊക്കെ സ്ലൈഡിൽ കയറിയിട്ട് തന്നെ പോകുന്നുള്ളൂ. കാരണം ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു മിക്കവാറും സ്ഥലങ്ങളിൽ പാർക്കിലൊക്കെ കുട്ടികൾക്ക് കയറാൻ വേണ്ടിയിട്ട് മാത്രമുള്ള സ്ലൈഡ്സാണ് ഉള്ളത്. എന്തായാലും ഇത് വലിയവർക്കും ഒരുപാട് നാളത്തെ ആ കുഞ്ഞുനാളിലൊക്കെ നമ്മൾ കയറിയിട്ടുള്ള ഓർമ്മ പുതുക്കാനായിട്ട് ഈ സ്ലൈഡ് കയറി ഒന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കുമെന്ന് തോന്നുന്നു. ഏറ്റവും മുകളിൽ വരുമ്പോഴത്തേക്ക് ദൃശ്യഭംഗി കണ്ടല്ലേ, എത്ര സുന്ദരമാണ്. നമ്മളൊരു പെയിൻറ്റിംഗ് ഒക്കെ കാണുന്ന പോലെ. അവിടെ ഒരു കോറി കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു വ്യൂ പോയിന്റിൽ നിൽക്കുമ്പോൾ ഈ ഒരു കാടിൻ്റെ മനോഹാരിത നമുക്ക്
ഒരു നല്ലൊരു പെർസെൻറ്റേജ് തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഓക്ക്, സ്കോട്ട് പൈൻ തുടങ്ങിയിട്ടുള്ള ഒരു 100-ലധികം വ്യത്യസ്തമായിട്ടുള്ള മരങ്ങൾ ഇവിടെയുണ്ട്. ബീച്ച്, പിന്നെ പലതരത്തിലുള്ള കോണിഫറുകൾ തുടങ്ങിയ വിശാലമായിട്ടുള്ള ഇലകളുള്ള മറ്റു മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴത്തേ വ്യൂ പോയിൻ്റ് ഒരു കാഴ്ച ഉണ്ടല്ലേ, കുഞ്ഞ് എറുമ്പുകൾ വരുന്ന പോലെ ആളുകൾ നടന്നു വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു പ്രാവ് കൂട് വെച്ചിട്ടുണ്ട് അവിടെ. അതൊരു മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു. ഇവിടെ എല്ലാവരും ക്യൂ നിൽക്കുകയാണ് ഈ ഒരു സ്ലൈഡിലേക്ക് ഇറങ്ങാനായിട്ട്. ഒരുപാട് ഇന്ത്യൻസും ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ആമി ആദ്യമായിട്ട് തന്നെ പോവാണ്. വലിയൊരു ഒച്ചപ്പാടോടുകൂടിയാണ് താഴോട്ട് ഇറങ്ങുന്നത്. ആ ഒരു ശബ്ദം ഇതിൽ കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ കുഞ്ഞു പെണ്ണും താഴേക്ക് പോയി. എന്തായാലും അടുത്തത് എൻ്റെ ഊഴമാണ്. നമ്മുടെ 2 കാലുകളും ഇതിൻ്റെ ഉള്ളിലേക്ക്, ഈ ഒരു ബാഗിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കാൻ പറ്റും. 90 മീറ്റർ താഴേക്ക് പോകുമെന്നുള്ളൊരു തോന്നലും എന്തായി തീരുമെന്നുള്ളൊരു ഒരുപാട് നാളായി ഈ ഒരു സ്ലൈഡിൽ കയറിയിട്ട്. ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത്. വല്ലാത്തൊരു ഫീലിംഗ് ആണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ താഴോട്ട് വരുന്നത്. അവസാനം താഴെ വന്നെത്തിയപ്പോഴത്തേക്ക് മനസ്സിന് എന്തൊരു ആശ്വാസമാണെന്നറിയാമോ. അങ്ങനെ ഒരിക്കൽ കൂടി ആ വ്യൂ പോയിന്റിനെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കിയിട്ട് നമ്മൾ നടന്ന് പോകാനുള്ള പരിപാടിയാണ്. ഇപ്രാവശ്യം പോകുന്നത് തറയിൽ കൂടെ നടന്ന് പോവാണ്. കാരണം ഇവിടെ നിന്നൊരു 5-10 മിനിറ്റേ ഉള്ളൂ ശരിക്കും നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട്. പ്രകൃതിയെയും കാടിനെയും മരങ്ങളെയൊക്കെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു മനുഷ്യൻ, സാമുൽ ഹെയ്സ്. അദ്ദേഹം ബാരിസ്റ്ററായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല. എങ്കിലും മക്കൾക്ക് പകരമായിട്ട് അദ്ദേഹം മരങ്ങളെ ഒരുപാട് സ്നേഹിച്ചു. അദ്ദേഹം വലിയൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, പ്ലാന്റിങ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഫുഡ്സ് ആൻഡ് പോപ്പീസ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് 1977 ഈ ഒരു വീട് നിർമ്മിക്കുന്നത്. ഇന്നും ആ വീട് അതുപോലെ തന്നെ സൂക്ഷിക്കുന്നു. അദ്ദേഹത്തിന് മക്കളില്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹം മരിക്കുന്നതിന് മുന്നേ അദ്ദേഹത്തിൻ്റെ കസിൻ ബ്രദറായിട്ടുള്ള ജോൺ പാർണൽ ഈ ഒരു വീട് സ്ഥലമൊക്കെ എഴുതി കൊടുക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ പേരിലാക്കുന്നു. ഒറ്റ വ്യവസ്ഥ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ, പിന്നീട് വരുന്ന ഇളയ കുട്ടിക്ക് ഈ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ കൈമാറുക എന്നുള്ളത് മാത്രമായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. ജോൺ പാർണലിൻ്റെ 3ാമത്തെ മോനാണ് വില്യം. അദ്ദേഹം പേര് മാറ്റി പാർണൽ ഹെയ്സ് എന്നാക്കി മാറ്റി. അദ്ദേഹത്തിൻ്റെ ചെറുമകനാണ് ചാൾസ് സ്റ്റുവർട്ട് പാർണൽ. ഇപ്പം ഞങ്ങൾ കടന്നു വന്ന ഈ ഒരു ഹോളിൽ ഒരുപാടധികം പൈൻ മരങ്ങളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും അല്ലെങ്കിൽ ഈ അവാൻഡെയിൽ ഫോറസ്റ്റിൽ എന്തൊക്കെ മരങ്ങളുണ്ടായിരുന്നതിനെക്കുറിച്ചും ഒക്കെയുള്ള ഒരു വീഡിയോ പ്രദർശനമൊക്കെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് ഡൗട്ടുണ്ടാവും, നേരത്തെ കണ്ട വീടിൻ്റെ ഉള്ളിലാണ് നമ്മൾ കയറിയെന്നുള്ളത്. അതല്ല, ഇത് മറ്റൊരു ഹോളാണ്. തീർച്ചയായിട്ടും ആ ഒരു വീട്ടിലേക്ക് ഇനിയൊരു യാത്ര കൂടിയുണ്ട്. ഇപ്പോഴും അവർ പണ്ട് ഉപയോഗിച്ചിരുന്ന ഫർണിച്ചറും മറ്റുള്ള കാര്യങ്ങൾ ഇപ്പോഴും അതിനകത്തുണ്ടെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഇവിടുത്തെ അയർലൻഡിലെ വീടുകളെല്ലാം തടികൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് മിക്കവാറും എപ്പോഴും കൺസ്ട്രക്ഷനൊക്കെ നടക്കാറുള്ളത്. മനോഹരമായിട്ടുള്ള ഈ ഒരു കാടും പരിസരവും മനസ്സിലെപ്പോഴും ഉണ്ടാവും. അതുപോലെ തന്നെ പാർണൽ ഫാമിലിയുടെ കഥയും അവാൻഡെയിൽ ഫോറസ്റ്റ്, എത്രയും നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന മരങ്ങൾ, കാട്, അവരുടെ ആത്മാവും ഈ മരങ്ങളോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടാവും. മനോഹരമായിട്ടുള്ള മറ്റൊരു ദിവസം കൂടി ഇവിടെ കഴിയാണ്. ഇനി ഒരിക്കൽ കൂടി വരണം. നേരത്തെ പറഞ്ഞ പോലെ ആ വീട് ഒന്നുകൂടെ സന്ദർശിക്കണം. അതിൻ്റെ ഉള്ളിൽ അവർ അന്ന് ഉപയോഗിച്ചിരുന്ന പല ഉപകരണങ്ങളും ഫർണിച്ചറും ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. തിരിച്ചു പോകുന്ന സമയത്തും ചാൾസ് സ്റ്റുവർട്ട് പാർണലും അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ കഥയും നമ്മളോടൊപ്പം തന്നെയുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.